ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞാൻ ഇങ്ങോട്ട് ശുണ്ടിരി കുട്ടിയായിട്ട് പോകുന്ന വിചാരിക്കൂലേ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവാം. ഗേൾസ് ഓൺലി ഔട്ടിങ് അങ്ങനെ വേണം പറയാം. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റിങ് ബസ്സിന് വേണ്ടിയിട്ട്. പിന്നെ ബസ് വന്ന് ഈ പച്ച ബസ് കാണുമ്പോൾ എപ്പോഴും ഒരു നൊസ്റ്റോ ഫീലാണ്. ഇങ്ങനെ CMC പഠിച്ച സമയത്തൊക്കെ പച്ച ബസ്സിലാണ് അധികം കയറല്. അപ്പോൾ ഭയങ്കര നൊസ്റ്റോ ഫീലാണ് ഗായ്സ്. പിന്നെ ഞങ്ങൾ നേരെ SMലെത്തി. SM എനിക്ക് നേരെ ഒരു ജ്വല്ലറി പോവാണ്ട്. അങ്ങനെ ഞങ്ങൾ ജ്വല്ലറിയിലൊക്കെ പോയി. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹേന് ബുഗാടി കുത്തണം. അപ്പോൾ അതൊക്കെ കുത്തി അതിൻ്റെ ഷോർട്സ് ഞാൻ വേറെ ഇട്ടുണ്ട് കേട്ടോ, പോയി കാണണേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് സൺഡേ മാളിലേക്കാണ്. സൺഡേ മാളിൽ പോയി അല്ലറ ചില്ലറ സാധനം ഓക്കും എനിക്കും വാങ്ങാണ്ടേന്. അപ്പോൾ അതൊക്കെ വാങ്ങി. ഓക്ക് പിന്നെ കമ്മൽ വാങ്ങാണ്ടേന്. പിന്നെ ഞങ്ങൾ കമ്മലൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മോളിലേക്ക്. പിന്നെ ഓക്ക് ഫേസ് കാണിക്കാൻ മടി, അതുകൊണ്ടാണ് നിർബന്ധിച്ചില്ല. പിന്നെ ഈ സ്ഥലം എത്തുമ്പോൾ ഒരു നൊസ്റ്റമാണ്. ഏട്ടൻ എൻ്റെ കല്യാണം ഉറപ്പിച്ച സമയത്തുള്ള പിറന്നാളിന് അവിടെ വന്നിട്ട് കേക്ക് മുറിച്ച്. പിന്നെ ഹൈലൈറ്റ് മോളിലെത്തി. ഹൈലൈറ്റ് മോളിലും എനിക്കൊരു നൊസ്റ്റോ പ്ലേസാണ് ഗൈസ്. എന്താ ഞങ്ങൾ സേവ് ദ ഡേറ്റ് ഒരു ഫോട്ടോഷൂട്ട് ഞങ്ങൾ ഹൈലൈറ്റ് മോളിൽ നിന്നാണ് എടുത്തത്. പിന്നെ അങ്ങനെ വിശപ്പിൻ്റെ വിളി അങ്ങറ്റെത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചാണ്. അപ്പം ഫസ്റ്റ് ഏതാ വാങ്ങേണ്ട കൺഫ്യൂഷൻ. പിന്നെ അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടു ബിരിയാണി വാങ്ങാൻ. എപ്പോഴും ഞങ്ങൾ പറയും ബിരിയാണി വാങ്ങരുത് വിചാരിക്കും. പക്ഷെ ഞങ്ങൾ അവസാനം എത്തിപ്പെടുക ബിരിയാണിയിലേക്കാണ് ഗൈസ്. ബീഫ് ബിരിയാണിയും ബീഫ് ഫ്രൈയുമാണ്. പിന്നെ ഞങ്ങൾ കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫ്രണ്ടിനോട്. പക്ഷെ നാട്ടിലില്ലാണ്ട് ഇപ്പം എല്ലാം ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ച് പുറത്തൊക്കെ പോക്ക്. ഞങ്ങളൊക്കെ ഒരു 13 കൊല്ലത്തിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ചിലപ്പോൾ ബാക്കിയുള്ളവർ അതിനെക്കാട്ടും ഉണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ നെസ്റ്റോയിൽ അങ്ങനെ ഒരു പിസ്റ്റൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഈ റസ്കിൻ്റെ പാക്കറ്റ് ഉണ്ടപ്പോൾ ഞാൻ ഓളെ ട്രോൾ ചെയ്ത്, റസ്ക് നിങ്ങൾക്ക് പറ്റിയതാ, വാങ്ങിക്കോ. പിന്നെ കുറേ ഫിഷ് ഐറ്റംസ് സിമ്പിൾ കാണാത്ത കുറേ ഞാൻ ഫിഷ് എഡിക്റ്റ് അല്ല. എന്നപ്പോൾ എനിക്ക് ഫിഷിൻ്റെ പേരൊന്നും അധികം അറിയില്ല. പിന്നെ നേരെ കേക്കിൻ്റെ സെക്ഷൻ എത്തിയിട്ടോ. നെക്സ്റ്റോ പറയുമ്പോൾ അത്യാവശ്യം ചുറ്റിക്കറങ്ങാണ്ട്. പിന്നെ ഞങ്ങൾക്ക് ടൈം കൂടുതലുണ്ട്, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വാങ്ങണം. പക്ഷേ രണ്ടാളും കൂടി ഷെയർ ഇട്ട് കഴിക്കണം. ഒറ്റയ്ക്ക് ഇന്നെക്കൊണ്ട് അത് കുടിക്കാൻ പറ്റൂല ഗൈസ്. പിന്നെ ഓക്കെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഒരു കേക്കിൻ്റെ പേരിങ്ങനെ വായിച്ചോക്കി ഇതൊന്നും ഇപ്പം തിന്നാൻ പറ്റൂലല്ലോ, വയറ് ഫില്ലായി കിടക്കുക ബീഫ് ബിരിയാണിയൊക്കെ തിന്നിട്ട്. അപ്പോൾ ഒരു പേരൊക്കെ വായിച്ചു നോക്കി നേരെ പിന്നെ ഇത്തിരി ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ്. അന്നപ്പോൾ എൻ്റെ കൺട്രോളൊന്ന് ചെറുതായിട്ട് വിട്ടോളുള്ളൊരു സംശയമുണ്ട്. ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഉള്ളത് തന്നെ ഐസ്ക്രീമിൽ തന്നെ വെറൈറ്റി ഉണ്ട്. അവക്കാഡോൻ്റെ ഐസ്ക്രീമൊന്നും ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. പക്ഷെ ഇത്ര ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഞങ്ങൾ നേരെ ഈ ഷാമ്പൂ, കണ്ടീഷണർ അങ്ങനത്തെ ഒക്കെ സെക്ഷനിൽ ഇപ്പോൾ ഓൺലൈനിൽ കാണുന്ന ഏകദേശം കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഗായ്സിൻ്റെ കൺട്രോൾ ഫുള്ളും വിട്ട് മുട്ടായിൻ്റെ ഒരു ലോകം തന്നെയാണ് ഇത് കേട്ടോ. നമുക്ക് വെറൈറ്റി മുട്ടായും കാര്യം അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. അത് കഴിയുമ്പോൾ പിന്നെ ഈ ഷാമ്പൂ, കണ്ടീഷണർ. അപ്പോൾ ഞാൻ ഓളടുത്ത് തന്നെ 2-3 സാധനം കാണിച്ചു കൊടുത്തു. ഇത് ഓൺലൈനിൽ കാണുന്നില്ലേ, അത് ഓൺലൈനിൽ കണ്ടതല്ലേ, പർപ്പിളിൽ കാണുന്നില്ലേ. അപ്പോൾ ഞാൻ ഈ സൺസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഓളിങ്ങനെ പറഞ്ഞു തന്ന്. പിന്നെ ഞാൻ ഓളടുത്ത് നല്ല ഷാമ്പും കണ്ടീഷണറൊക്കെ നോക്കണം. എൻ്റെ അതിപ്പോൾ ഓൾമോസ്റ്റ് കഴിയാനായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ പ്ലേ ഏരിയ സെക്ഷനിലേക്കാണ് പോയത്. പ്ലേ ഏരിയ എനിക്ക് തോന്നുന്നു വലിയവർക്കും കളിക്കാം ചെറിയവർക്കും കളിക്കാം. പക്ഷെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഫോട്ടോസ്, വീഡിയോസ്, പിന്നെ കുറച്ചൊക്കെ ഫുഡ് അടിക്കണം, അതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്കൊരു ഐസ്ക്രീം തിന്നാൻ പൂതി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പൂതി വരുമ്പം ഞങ്ങൾ കഴിക്കും. അന്നപ്പോൾ അത്ര വിശപ്പല്ല, ഒരു പൂതി ഇല്ലേനി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് വാങ്ങി. എനിക്കിഷ്ടമാണ് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ബസ്സിലൊടുക്കത്തെ തിരക്ക് നിന്നിട്ടാണ് SM സ്ട്രീറ്റ് വരെ എത്തിയത്. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ നാരങ്ങ സർവത്തൊക്കെ കുടിച്ച് ഭയങ്കര ക്ഷീണമായിണ്ടേന്. പിന്നെ അപ്പം തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി, വിഷ്ണു ബസ് കിട്ടി. പിന്നെ ഞങ്ങൾക്കൊന്ന് മാനാജറൊക്കെ പോകണം പ്ലാൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബസ് കുറച്ച് ഡിലേ ആയിപ്പോയി, കുറച്ച് ബ്ലോക്കൊക്കെ ആയിട്ട്. അന്നപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ വീട്ടിലേക്ക്, ഓളെ വീട്ടിലേക്ക്, ഞാൻ എൻ്റെ വീട്ടിലേക്ക്. അന്നപ്പം